കേരള ജനപക്ഷം ചെയർമാനായ ശ്രീ PC ജോർജും അദ്ദേഹത്തിൻ്റെ മകനും പരിവാരങ്ങളും BJPയിൽ അംഗത്വം നേടി എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഒരു രാഷ്ട്രീയ സംഭവവികാസം. ഇതിനെ പൊതുവെ വലിയ പുച്ഛത്തോടും പരിഹാസത്തോടും കൂട്ടാണ് നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി, പ്രത്യേകിച്ച് കോൺഗ്രസും അതിനേക്കാൾ കൂടുതലായിട്ട് CPM-ഉം പരിഗണിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ പരിഹസിക്കുന്ന രീതിയിലുള്ള പല ട്രോളുകളും പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു. ഇദ്ദേഹം ചേർന്നതുകൊണ്ട് BJPക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. BJPയിൽ ചേർന്നുകൊണ്ട് PC ജോർജിനും പ്രത്യേകിച്ച് മേന്മയൊന്നുമില്ല എന്ന രീതിയിലുള്ളൊരു അഭിപ്രായമാണ് നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് ഉണ്ടായിട്ടുള്ളത്. PC ജോർജ് എന്ന് പറഞ്ഞാൽ BJPയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ കേരളത്തിലെ BJPക്കാരല്ല ഉദ്ദേശിച്ചത്, വടക്കേ ഇന്ത്യയിലെ BJPയുടെ ദേശീയ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചു കേരള രാഷ്ട്രീയത്തിലൊരു ഹെവി വെയ്റ്റ് താരമാണ് എന്നാർക്കും സമ്മതിക്കല്ലാതെ മാർഗമില്ല. കാരണം ഇദ്ദേഹം ചെറുപ്രായത്തിൽ ഏതാണ്ട് 26 വയസ്സുള്ളപ്പോൾ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അതിനു മുമ്പ് അദ്ദേഹത്തിന് പറയത്തക്ക രാഷ്ട്രീയ പരിചയമോ പാരമ്പര്യമോ ഒന്നുമില്ല. പുതിയതായിട്ട് രാഷ്ട്രീയത്തിൽ വരുന്നവരാണ്. 1980 തെരഞ്ഞെടുപ്പിൽ സംഗതിവശാൽ ജയിക്കാൻ തീരെ സാധ്യത കുറവായ പൂഞ്ഞാർ മണ്ഡലത്തിൽ മത്സരിക്കുന്നു. അവിടെ അട്ടിമറി വിജയം നേടുന്നു. 82 അദ്ദേഹം വിജയം ആവർത്തിക്കുന്നു. 87 അദ്ദേഹം തോൽക്കുന്നു. 1991 അദ്ദേഹത്തിന് സീറ്റ് കിട്ടുന്നില്ല. 96 വീണ്ടും പൂഞ്ഞാറിൽ മത്സരിക്കുന്നു, ജയിക്കുന്നു. അങ്ങനെ അദ്ദേഹം മുന്നോട്ട് പോകുന്നു. പിന്നീട് പലതവണ പൂഞ്ഞാറിൽ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തു. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലായിരുന്നു ആദ്യം. പിന്നീട് അവിടെ നിന്ന് തെറ്റിപ്പിരിഞ്ഞു. അദ്ദേഹം സ്വന്തമായിട്ട് കേരള കോൺഗ്രസ് സെക്കുലർ പാർട്ടി രൂപീകരിച്ചു. അന്ന് ഇപ്പം വർഗീസിനെ പോലെയൊക്കെ കുറേ നേതാക്കന്മാർ അദ്ദേഹത്തിനൂടെ ഉണ്ടായിരുന്നു. പിന്നീട് അവരൊക്കെ പിരിഞ്ഞുപോയി. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ സെക്കുലർ കേരള കോൺഗ്രസ്സിലെ മാണി ഗ്രൂപ്പും ആയിട്ട് ലയിക്കുന്നു. അതിന് പുറകെ ജോസഫ് ഗ്രൂപ്പും കൂടി ലയിച്ച് ഏകീകൃത കേരള കോൺഗ്രസ് ഉണ്ടാകുന്നു. അങ്ങനെയാണ് 2011 തെരഞ്ഞെടുപ്പിൽ ഇവർ UDFിൻ്റെ ഭാഗമായിട്ട് മത്സരിക്കുന്നു. UDFിൽ നിന്ന് മത്സരിച്ച സമയത്ത് അദ്ദേഹത്തിന് ചീഫ് വിപ്പ് സ്ഥാനത്ത് അവരോധിച്ചു. കേരളത്തിൽ അതിനു മുമ്പും അതിന് ശേഷവും ചീഫ് വിപ്പുമാരുണ്ടെങ്കിലും PC ജോർജിനെ പോലൊരു ചീഫ് വിപ്പ് പാർട്ടിയുടെ ചരിത്രത്തിലോ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. PC ജോർജിന് അതിന് ശേഷമാണ് വലിയ ഒരു വേദി കിട്ടാൻ തുടങ്ങിയത്. അതിനു മുമ്പ് അദ്ദേഹം മിക്കവാറും കോട്ടയം പൂഞ്ഞാർ ഭാഗത്ത് മാത്രം അറിയപ്പെട്ടിരുന്ന ഒരാളായിരുന്നു. ഇതോടുകൂടി അദ്ദേഹത്തിന് ഒരു അഖില കേരള മാനം കൈവന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. PC ജോർജ് പലരെക്കുറിച്ചും പല അഭിപ്രായങ്ങളും പറഞ്ഞു. സ്വന്തം മുന്നണിയിലുള്ള ആളുകളെക്കുറിച്ചും സ്വന്തം പാർട്ടിയിലുള്ള നേതാക്കന്മാരെ കുറിച്ചുമൊക്കെ അദ്ദേഹം വളരെയധികം പരിഹസിച്ചും പുച്ഛിച്ചും ഒക്കെ സംസാരിക്കുകയുണ്ടായി. ഒരു തുറന്നടിച്ച പ്രകൃതക്കാരനാണ് PC ജോർജ്. സാധാരണ രാഷ്ട്രീയക്കാരൻ്റെ കാപട്യം ആ രീതിയിൽ അദ്ദേഹത്തിന് ഇല്ല. അതുകൊണ്ട് അപ്പോൾ മനസ്സിൽ തോന്നുന്നത് വിളിച്ചു പറയുന്ന സ്വഭാവക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിരോധികളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. ഒരു കാലത്ത് KM മാണിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട എതിരാളി. പിന്നീട് PJ ജോസഫുമായിട്ടും ലോഹിതലാലാണ്ടായി. ഒരു സമയത്ത് VS അച്യുതാനന്ദൻ്റെ വലിയ ഒരു പിന്തുണക്കാരനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് പിണറായി വിജയനും പരിവാരങ്ങളും ജോർജിനെതിരായി. ഇടതുമുന്നണിയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം മന്ത്രിയായിരുന്ന TU കുരുവിളക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചത്. അങ്ങനെ കുരുവിളയുടെ മന്ത്രിസ്ഥാനം പോയി ജോർജ് ഇടതുമുന്നണിയിൽ നിന്ന് പുറത്താക്കിച്ചു. പിന്നീടാണ് UDFിൽ കയറിയത്. UDFിൽ ഇരുന്നുകൊണ്ട് KM മാണിയെ കുഴപ്പത്തിലാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തി. അതുപോലെ സോളാർ വിവാദം കത്തിയുന്ന കാലത്ത് ഉമ്മൻചാണ്ടിക്കെതിരായിട്ടും അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തി. അങ്ങനെ ഈ രണ്ട് നേതാക്കന്മാരെ ഒരേ സമയത്ത് അദ്ദേഹം വെറുപ്പിച്ചു. ഇതൊക്കെ പറയുമ്പോഴും പൂഞ്ഞാറിൽ അദ്ദേഹത്തിന് വലിയ ജനപിന്തുണയുണ്ട്. റബ്ബറിൻ്റെ വിലയിടിവ് ഉണ്ടായ സമയത്ത് 2015 അദ്ദേഹം കോട്ടയം തിരുനക്കര മൈതാനത്ത് വലിയ ഒരു ഉപവാസ സമരം നടത്തിയത് പ്രസിദ്ധമായ സംഭവമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമര പരിപാടികൾ കൊണ്ട് അദ്ദേഹത്തിന് നാട്ടുകാരുടെ ഇടയിൽ വലിയൊരു സ്വീകാര്യതയുണ്ട്. 2016 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം LDFിലും ഇല്ല, UDFിലും ഇല്ല, ഒറ്റയ്ക്ക് മത്സരിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ചു. ഏതാണ്ട് 28,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അച്യുതാനന്ദനേക്കാളും ഉമ്മൻചാണ്ടിയേക്കാളും കൂടിയ ഭൂരിപക്ഷം PC ജോർജിന് ലഭിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത്രയും ജനസ്വാധീനമുള്ള ആളാണ് അദ്ദേഹം ഈരാറ്റുപേട്ടയിൽ അല്ലെങ്കിൽ പൂഞ്ഞാറിൽ. പക്ഷേ പിന്നീട് ഈ ശബരിമല സമരത്തിന് ഇദ്ദേഹം പിന്തുണ കൊടുത്തപ്പോഴാണ് അതുവരെ അദ്ദേഹത്തെ പിന്തുണച്ചിരുന്ന ഈരാറ്റുപേട്ടയിലെ മുസ്ലിം സമൂഹം അദ്ദേഹത്തിന് എതിരായത്. പിന്നെ അവരുമായിട്ടുള്ള ബന്ധം മോശമായി. അങ്ങനെയാണ് 2021 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ത്രികോണ മത്സരമല്ല, ചതുഷ്കോണ മത്സരമാണ് നടന്നത്. അവിടെ PC ജോർജിൻ്റെ തൊട്ടടുത്ത സ്ഥാനാർത്ഥി ആരാണെന്ന് നോക്കിയിട്ട് ആ സ്ഥാനാർത്ഥിക്ക് മുസ്ലിം സമുദായം മൊത്തമായിട്ട് വോട്ട് മറിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ടോമി കല്ലാനി 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത്.
സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ അവിടെ ജയിച്ചത്. മുസ്ലിം ലീഗുകാരടക്കം ആ വോട്ട് കുളത്തുങ്കലിന് മാറ്റി ചെയ്തു എന്നുള്ളതാണ് സത്യം. നേരെ മറിച്ച് ഓരോ പാർട്ടിയും അവരവരുടെ വോട്ടാണ് സമാഹരിച്ചിരുന്നെങ്കിൽ പി സി ജോർജ് ജയിക്കുമായിരുന്നു. പി സി ജോർജ് പരാജയത്തിൽ പോലും ജനസ്വാധീനം തെളിയിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ മകൻ കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരംഗമാണ്. അതും ജനപക്ഷം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ്, വേറൊരു പാർട്ടിയുടെ പിന്തുണയില്ലാതെ. ഏത് നിലയ്ക്കും പൂഞ്ഞാറിലെങ്കിലും ജനസ്വാധീനമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലം വരുന്ന പൂഞ്ഞാറിൻ്റെ കുറേ ഭാഗങ്ങൾ ഇപ്പോൾ പാലാ മണ്ഡലത്തിലാണുള്ളത്. അവിടെയൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരും അല്ലെങ്കിൽ പിന്തുണക്കാരും ഉണ്ട് എന്ന് കരുതുന്നു. ഇങ്ങനെ ഒരു നേതാവ് പെട്ടെന്ന് ഒരു ദിവസം ബി ജെ പിയിൽ ചേർന്നാൽ നമുക്ക് വിചാരിക്കാൻ പറ്റുകയില്ല. കാരണം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന് ബി ജെ പിയുമായിട്ട് സഹകരിക്കേണ്ടതായിട്ട് വന്നു. കഴിഞ്ഞ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അദ്ദേഹം ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന എൻ രാധാകൃഷ്ണന് വേണ്ടി തൃക്കാക്കരയിൽ വന്ന് പ്രചരണം നടത്തിയിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാനും മറ്റുമൊക്കെയുള്ള നടപടികൾ പോലീസ് ചെയ്തു. പക്ഷേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തെങ്കിലും അന്ന് ജാമ്യം കിട്ടി പുറത്തു വന്നതുകൊണ്ട് ജയിൽവാസം അനുഭവിക്കേണ്ടതായിട്ട് വന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന് വ്യക്തിപരമായിട്ട് തന്നെ വലിയ എതിർപ്പുള്ള ഏതാണ്ട് വലിയ പ്രതികാരബുദ്ധിയുള്ള ഒരാളാണ് പി സി ജോർജ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഈ ജനപക്ഷം പോലൊരു ചെറിയ പ്രസ്ഥാനമായിട്ട് നിലനിൽക്കുന്നത് അത്ര ആരോഗ്യകരമല്ല എന്ന് തോന്നിയതുകൊണ്ടും കൂടി ആയിരിക്കും ചിലപ്പോൾ ബി ജെ പിയുമായിട്ട് സഹകരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മുസ്ലിം വോട്ടർമാർ ഏറെക്കുറെ എല്ലാവരും എതിരായതുകൊണ്ട് ഇനി അവിടെ നിന്ന് ഒറ്റ വോട്ടും കിട്ടുകയില്ല എന്ന തിരിച്ചറിവും ആയിരിക്കാം ഇതിൻ്റെ ഒരു കാരണം. അതിനും സാധ്യതയുണ്ട്. പിന്നെ ബി ജെ പി എന്ന് വെച്ചപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടിക്ക് വലിയ സ്വാധീനം കേരളത്തിലല്ലെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഉണ്ട്. വ്യവസായികളുടെ വലിയ പിന്തുണയുണ്ട്, പണം ധാരാളമായിട്ടുമുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ പോലെ ഒരാളെ പുനരധിവസിപ്പിക്കാൻ ഇന്നിപ്പോൾ ബി ജെ പിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം അദ്ദേഹത്തിന് ആ രീതിയിലൊരു അക്കമഡേഷൻ കൊടുക്കാനായിട്ട് മറ്റെല്ലാ പാർട്ടിയിലും ധാരാളം നേതാക്കന്മാരുണ്ട്. സാച്ചുറേഷൻ പോയിട്ട് കഴിഞ്ഞ് നിൽക്കുകയാണ്. ബി ജെ പിയെ സംബന്ധിച്ചുള്ള അവർ ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് പാലം കിട്ടുന്ന ഒരു ജോലിയിലാണ് ഇപ്പോൾ വ്യാപൃതരായിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ കണ്ടെത്തി അവരെ സ്ഥാനാർത്ഥികളാക്കി അല്ലെങ്കിൽ അവരെ അതിൻ്റെ നേതൃസ്ഥാനത്ത് കൊണ്ടുവന്ന് പാർട്ടിയുടെ ഒരു ബഹുജന അടിത്തറ വിപുലമാക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. പി സി ജോർജ് പത്തനംതിട്ടയിൽ മത്സരിക്കും എന്ന് കേൾക്കുന്നു. കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് കെ സുരേന്ദ്രൻ മത്സരിച്ച് നന്നായി വോട്ട് പിടിച്ച മണ്ഡലമാണ് പത്തനംതിട്ട. അവിടെ പി സി ജോർജ് മത്സരിച്ചാൽ എന്ത് മാറ്റം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് വോട്ടെണ്ണി കഴിഞ്ഞാലേ പറയാൻ പറ്റും. കഴിഞ്ഞ തവണ പക്ഷേ ശബരിമലയുടെ വലിയൊരു ആനുകൂല്യം ഉണ്ടായിരുന്നു. സുരേന്ദ്രനാണെങ്കിൽ ശബരിമല സമരത്തിൻ്റെ നായകനായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്തവണ ആ ഒരു സാഹചര്യമില്ല. എന്നാൽ പോലും പി സി ജോർജ് പത്തനംതിട്ടയിൽ മത്സരിക്കുമ്പോൾ അതിനെ ജനങ്ങൾ ഏത് രീതിയിൽ സ്വീകരിക്കും, ക്രിസ്ത്യൻ സമുദായം ഏത് രീതിയിൽ സ്വീകരിക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ദിവസം കൊണ്ട് കേരളം പിടിക്കാവുന്നു, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരുപാട് എം പിമാരെ എം എൽ എമാരെയൊക്കെ ഉണ്ടായിക്കളയാന്നുള്ള വ്യാമോഹം അവർക്കുണ്ടെന്ന് തോന്നുന്നില്ല. അതൊന്നും സാധ്യവുമല്ല, നമുക്കറിയാം. പക്ഷേ ബി ജെ പിയുടെ ബഹുജന അടിത്തറ കൂടുതൽ വിപുലമാക്കുന്നതിന്, പ്രത്യേകിച്ച് ക്രിസ്തീയ സമുദായത്തിലേക്ക് കൂടി ഒരു വഴി വെട്ടുന്നതിന് ഇദ്ദേഹത്തിൻ്റെ ഈ പാർട്ടി പ്രവേശം സഹായകരമാവും എന്നാണ് ഞാൻ കരുതുന്നത്.